നമസ്കാരം. ഈ ഒരാൾ പറയുന്ന മൊത്തം നിങ്ങളൊന്ന് കേട്ടു നോക്കേ. അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കാരണം വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ടാറ്റ സഫാരിയിൽ എനിക്കുണ്ടായിട്ടുള്ള ഭയങ്കര ലാഭകരമായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ടാറ്റ സഫാരിയുടെ ടയറിൻ്റെ കണ്ടീഷനിൽ നമ്മൾ കഴിഞ്ഞ 80,000 കിലോമീറ്ററിലാണ് 2 ടയർ മാറിയത്. അപ്പോൾ ഒരു ടയർ ജസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് വന്നുകൊണ്ട് മാത്രമാണ് 80,000 കിലോമീറ്ററിൽ മാറേണ്ടി വന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയായാലും 1,00,000 കിലോമീറ്റർ ഈ ടയർ ഓടുമായിരുന്നു. ഇപ്പോൾ അടുത്ത ഈ നെക്സ്റ്റ് ടൈം മാറിയത് 80,000 കിലോമീറ്റർ മാറിയത് നമ്മൾ ജാക്കറ്റ് ടയറാണ് ഇട്ടത്. അപ്പോൾ ജാക്കറ്റ് ടയർ പണ്ടത്തെ പോലെയല്ല, കുറച്ച് ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം 10,000 കിലോമീറ്റർ ഓടി. പക്ഷേ ഇപ്പോൾ ഈ ടയർ കണ്ടാൽ തന്നെ 10,000 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ അത് 2,000-3,000 കിലോമീറ്റർ ഓടിയേ ആ ലെവലിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാലും ഈ ടയർ നമുക്കൊരു 70,000-80,000 അതേ ലെവലിൽ തന്നെ എത്തിക്കാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പുണ്ട് ടയർ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു കണ്ടീഷൻ ഉള്ളത്. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ്. 235/60/18 ടാറ്റ സഫാരീൻ്റെ ടയർ വരുന്നത്. ടയർ മൈലേജ് എനിക്ക് 2 ടയറിന് കിട്ടിയത് 80,000 കിലോമീറ്ററാണ്. അത് ശരിക്കും പറഞ്ഞെങ്കിൽ ടയർ ഉണ്ടായിരുന്നു ഒരു ടയർ അതിൻ്റെ ആ കൂട്ടത്തിൽ തന്നെയുള്ള. പിന്നെ ടയർ മാറുന്ന സമയത്ത് 2 ഒരുമിച്ച് മാറണമല്ലോ എന്നുള്ള കണ്ടീഷനിലാണ് ഞാനത് മാറിയത്. പിന്നെ 2 ഒരുമിച്ച് മാറിയത്. പിന്നെ പുറകിലത്തെ ടയർ ഇപ്പോഴും എന്താ പറയുക 90,000 കിലോമീറ്റർ കഴിഞ്ഞു. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, വീൽ ബാലൻസിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് ആൾ പറഞ്ഞത് എന്നോട് ഇനിയും ഒരു 15,000 കിലോമീറ്ററിന് മേലെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും എന്തുണ്ട് 1,00,000 മേലെ 1,00,000 കിലോമീറ്ററിൻ്റെ മേലെ കിട്ടുന്നതായിരുന്നു 100% ഉറപ്പാണ്. ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വരാൻ കാരണം ഈ ഒരു കാര്യത്തിന് ബേസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. അതായത് ടയർ നിങ്ങൾക്ക് എന്തുകൊണ്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ടയറാണ് ജെകെ ടയർ. കാരണം ഗുഡ്ഡെയർ, അതുപോലെ തന്നെ ഫിയറ്റ്, അതുപോലെ ബ്രിഡ്സ്റ്റോണ്, വേറെ ഒരു കമ്പനി കൂടെ ഉണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം ഞാൻ അപ്പോളോ, ഇതെല്ലാം ഞാൻ വില അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് സെയിം ടയറിന് വരുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14,000, 16,800, 19,000 ചില്ലാൻ രൂപയാണ് ഇതിന് വരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇതിന് ഉപയോഗിച്ച ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെകെൻ്റെ ടയറാണ്. ജെകെൻ്റെ ടയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനൊരു പരീക്ഷണാർത്ഥത്തിലാണ് ഞാൻ ഇത് ഇട്ട് നോക്കിയത്. അപ്പോൾ ഇപ്പം 10,000 കിലോമീറ്റർ, 80,000 കിലോമീറ്റർ ഓടിയിട്ട് 10,000 കിലോമീറ്റർ ഓൾറെഡി ഓടി. അതിനുശേഷം ഞാൻ കറക്റ്റ് നമ്മളെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന ഷോപ്പിൽ പോയിട്ട് അവരോട് ഇതിൻ്റെ അഭിപ്രായം ചോദിച്ചു. അവർ പറഞ്ഞു സാധാരണ നോക്കുന്ന സമയത്ത് 2,000-3,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു ഇതേ കാണിക്കുന്നുള്ളൂ ടയറിന്. കാരണം നമുക്ക് അവർക്കറിയുന്ന അത്ര എന്തായാലും എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ടയറിന് വന്ന വില എന്നുണ്ടെങ്കിൽ, അതായത് സെയിം ടയർ വന്ന വില എന്നുണ്ടെങ്കിൽ 9,750 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പകുതി പൈസ അല്ലെങ്കിൽ 80%, 70%, 60% വില വരുന്നുള്ളൂ മറ്റൊരു ടയറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പോൾ ടയറും ഞാൻ 14,000 കിലോമീറ്ററിൽ ഓടിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു എക്സ്പീരിയൻസും വലിയ വില വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞത് എന്നോട് എന്താണെങ്കിൽ ഈ ടയർ ഈ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ മിനിമം 80,000 കിലോമീറ്ററിൻ്റെ മേലെ കിട്ടുന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്തു. ഓക്കെ, എന്തായാലും പുതിയൊരു വണ്ടി ഇറങ്ങിയ കിട്ടുന്ന ആ ഒരു മൈലേജ് ഏത് കമ്പനീൻ്റെ ആണെങ്കിൽ ശരി, ആ കമ്പനീൻ്റെ കൂടെ ഇറങ്ങിയിട്ടുള്ള ടയർ ഇട്ടിട്ടുണ്ടെങ്കിലും പുതിയ വണ്ടീൻ്റെ ആ മൈലേജ് എന്തായാലും അടുത്ത ടയറിന് കിട്ടുന്ന കാര്യം എനിക്ക് 100% ഉറപ്പാണ്. എന്നാൽ ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ടുള്ളത്. 9,750 രൂപ, അതായത് മിനിമം ഒരു 16,000 രൂപ വേണ്ടുന്നിടത്താണ് 9,750 രൂപയ്ക്ക് ഈ ഒരു ടയർ കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ടയർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് വാങ്ങിക്കോളൂ. നല്ല വില വ്യത്യാസമുണ്ട്. ഓക്കെ, നമസ്കാരം.